ലൈവില് രാവിലത്തെ പ്രശ്നത്തിന് ശേഷം ഇപ്പൊ വീണ്ടും അടിയായിരിക്കുകയാണ്. ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു രാവിലെ. ആ ഉപ്പുമാ ശരിയല്ല എന്നാണ് അനുമോള് പറയുന്നത്. ഇതൊക്കെയാണ് ഉപ്പുമാ, വെള്ളം കൂടിപ്പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവര് ഉപ്പുമാ കഴിക്കുന്നില്ല. ഇവര് വേറെ ബ്രെഡോ അങ്ങനെ എന്തോ എടുത്ത് കഴിക്കുന്നുണ്ട്. അതിലെയും നൂറയും അനുമോളുടെയും കാര്യമാണ് പറയുന്നത്. ഇവര് ഉപ്പുമാ കഴിച്ചിട്ടില്ല. ഇതാണ് ഉപ്പുമാവ് എന്ന് ചോദിച്ച് കഞ്ഞി ഇടാൻ വേണ്ടി അനുമോള് പോകുന്ന സമയത്ത് ആര്യൻ അനുമോളെ ഓടിച്ചു വിടുന്നുണ്ട്. ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോ ഈ ഉപ്മാവിന്റെ കേസ് പറഞ്ഞിട്ടുള്ള ഒരു വഴക്കാണ് ഇത്. അപ്പൊ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി നിങ്ങൾ ഒരു തീരുമാനം ഡിസൈഡ് ചെയ്യുക. ഈ രണ്ടടുക്കളയുമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റും? ഇനിയും ഒരു ദിവസം ഉണ്ട് ഇവരുടെ ക്യാപ്റ്റൻസി. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കൊണ്ടാണ് അവരുടെ ക്യാപ്റ്റൻസി തീരുന്നത്. അപ്പോ ഇതൊരു പരിഹാരം വേണമെന്ന് അനീഷ് പറയുന്നുണ്ട്. കാരണം ഇവര് ഈ 6 പേര് മാത്രമല്ല, ബാക്കി 2 പേരുണ്ട് ആ വീട്ടില്. സാവുമാനും അനീഷും ഉണ്ട്. ന്യൂട്രലായിട്ട് നിൽക്കുന്ന 2 പേരാണ്, ഇവർ 2 പേരും ഉണ്ട്. അപ്പോ അനീഷ് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആര് അടുക്കളയിൽ നിൽക്കണം, എന്താണ് ഏതാണെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ് ഈ ക്യാപ്റ്റൻസ്. പക്ഷെ അക്ബർ ഭയങ്കരമായിട്ട് റേസ് ആവുന്നുണ്ട് അനീഷിന്റെ അടുത്ത്. അനീഷേട്ടൻ ഇതൊന്നും കാണുന്നില്ലേ, അവർ കാണിക്കുന്നത് അനീഷേട്ടൻ എന്താണ് കാണാത്തത്, മീറ്റിംഗ് വിളിച്ചു കൂട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അക്ബർ ചൂടാവുന്നുണ്ട് അനീഷിന്റെ അടുത്ത്. പിന്നെ നെവിനാണെങ്കിലും ആര്യനാണെങ്കിലും ഒക്കെ ചൂടാവുന്നുണ്ട്. ഭയങ്കര ഒബ്വിയസ് ആണ് അനീഷേട്ടൻ എപ്പോഴും അവരുടെ പക്ഷത്തല്ലേ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ട്. മീറ്റിംഗ് കുളമാക്കിയ ആള് തന്നെ മീറ്റിംഗ് കൂടാനാണോ പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ അനീഷിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അനീഷ് പറയുന്നതിലാണ് കുറെയൊക്കെ കാര്യമുള്ളത്. ഇത് ലിവിംഗ് റൂമിൽ വിളിച്ച് കൂട്ടി ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതുവരെ ഈ സീസണിൽ 2 അടുക്കള എന്ന് പറയുന്നൊരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആരേത് സമയത്ത് എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. കിച്ചൺ ടീമാണ് ഇത് ചെയ്യേണ്ടത്. അനുമോള് മാതുലാനൂറ് ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഒരു ഭയങ്കര ബോർ സ്റ്റാൻഡാണ് കേട്ടോ, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് കിച്ചൺ ടീം എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി അതാണ് കഴിക്കേണ്ടത്. അല്ലാതെ ഇപ്പം ഇന്നലത്തെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉള്ളിക്കൊണ്ട് നടന്ന് വെസലും കഴുകാതെ വേറെ ഡ്യൂട്ടീസും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഷാനവാസിക്ക് വന്നിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിനോടൊന്നും ഒരു യോജിപ്പും ഇല്ല. ഇത് ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ അതവർ ചെയ്യുന്നില്ല. അതൊരു സൈഡിലുണ്ട്. പിന്നെ ഈ ക്യാപ്റ്റൻസിന്റെ ഈ ധാർഷ്ട്യം അത് വേറൊരു സൈഡിലുണ്ട്. ഞാൻ ആരെയും പിന്തുണയ്ക്കുന്നില്ല. ഇതിനകത്ത് അനീഷ് പറയുന്നതാണ് ശരി. ഇവര് മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീരുമാനിക്കേണ്ടതാണ്. ക്യാപ്റ്റൻസ് ഓരോരുത്തരെ ഓരോ ഡ്യൂട്ടിക്കായിട്ട് അസൈൻ ചെയ്യേണ്ടതാണ്. ഇവർ ഈ ഭയങ്കര ദൃഢനിശ്ചയത്തോടെ ഇവര് തന്നെ കിച്ചൺ ടീം, ബാക്കി എല്ലാവരും വേറെ ഡ്യൂട്ടീസ് ചെയ്യട്ടെ, ഡ്യൂട്ടി ചെയ്തില്ലേ ഫുഡ് കൊടുക്കില്ല, എങ്ങനെയൊന്നും പറയുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല എനിക്ക്. ഇതിന്റെ അകത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പ്രശ്നങ്ങൾ ഇങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളും അക്ബറും തമ്മിൽ ഒത്തുപോകില്ല, നെവിനും അനുമോളും തമ്മിൽ ഒത്തുപോകില്ല, അതിലാനൂറയും നെവിനും അക്ബറൊന്നും തമ്മിൽ ഒത്തുപോകത്തില്ല. ഇവരെല്ലാവരും തമ്മിൽ ഉള്ളിൽ ഭയങ്കര ഗ്രഡ്ജാണ്. എനിക്കതാണ് തോന്നുന്നത് കേട്ടോ. ഗ്രഡ്ജ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഭയങ്കര ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഇവര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ ഗെയിമിനെ, എല്ലാവരുടെയും ഗെയിമിനെ ബാധിക്കും. പിന്നെ ഈ അക്ബറും ആര്യനും നെവിനും ഒക്കെ അനീഷിന്റെ മെക്കിട്ട് കയറുന്ന ഇവർക്ക് ഇനിയും കുറച്ചുകൂടെ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരാവശ്യമില്ലാതെ മെക്കിട്ട് കയറുന്നതാണെന്നേ. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്താണ് ഇവർക്ക് ഇത്ര പ്രശ്നം? എന്താണ് അക്ബറിന് ഇത്രയ്ക്ക് പേടിയാണോ? അല്ല, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയ്ക്ക് പേടിയാണോ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു തീരുമാനം എടുക്കാനായിട്ട്? ക്യാപ്റ്റൻസ് ആണ്, 3 ക്യാപ്റ്റൻസ് ഉണ്ട്. അവർക്ക് കറക്റ്റായിട്ട് ടീം ഡിവിഷൻ നടത്താവുന്നതേ ഉള്ളൂ. ഇതുവരെ ടീം ഡിവിഷൻ പോലും നടത്തിയിട്ടില്ല. എന്നിട്ട് അടുക്കള ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്ത് കാര്യത്തിന്? എന്നിട്ട് അത്രയും വഴക്കം ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിലും ആക്കിയിട്ട് ഇപ്പോഴും അടുക്കള ഭരണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ ഇതേ ഫൈറ്റ് തന്നെ ഒരുമാതിരി ലൂപ്പിൽ പെട്ട പോലെ വഴക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ആവർത്തന വിരസത അടിക്കത്തില്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ലൈവ് കാണുന്നവർക്ക് എന്താണ് ആവർത്തന വിരസത അടിക്കുന്നില്ല? ഇന്നലെ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം പ്രശ്നം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ലൂപ്പിപ്പെട്ട പോലെ പ്രശ്നങ്ങളാണ്. കാരണം ഈ ഗ്രഡ്ജാണ്, ഇവര് തമ്മിൽ ഗ്രഡ്ജാണ്. ഇത് ഒത്തുതീർപ്പാവേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. ലാലേട്ടൻ വന്നിട്ടെങ്കിൽ ഇതൊന്ന് ഒത്തുതീർപ്പാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിപ്പോ മടുത്തു തുടങ്ങി ഇവരുടെ ഈ ഫൈറ്റ്. നെവിനൊക്കെ ഭയങ്കര ഓവറാണ്. നെവിനൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ നെവിനൊക്കെ തലങ്ങും വലങ്ങും നാട്ടുകാർ എടുത്തിട്ട് ഇടിക്കും. ആ ലെവല് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ. ആര്യന്റെ കേസ് പറയാനാണെങ്കിൽ ആര്യൻ ഇപ്പൊ ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇയാളെ എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം മതി, ഇയാള് തിരിച്ചൊന്നും പറയണ്ട, റെസ്പോണ്ട് ചെയ്യണ്ട, ഇയാളെ കേൾക്കാൻ വേണ്ടി ഒരു മൂലയിൽ മാത്രം ഇരുന്നാൽ മതി. കാരണം ആര്യൻ ഒരു 1/4 മണിക്കൂർ ഇരുന്ന് പറയുന്നത് അനീഷ് അവിടെ ഇരുന്ന് കേട്ടു. മനസ്സിലായില്ലേ? അനീഷ് അവിടെ ഇരുന്ന് കേട്ടു. ആര്യൻ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ലിസണറായിട്ട് അനീഷിനെ മതിയെന്ന്. അപ്പൊ അത്രയും നന്ദിയില്ലാത്തവനാണ്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഇത് നിന്റെ ക്യാരക്ടർ കാണുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട് ആര്യന്റെ ക്യാരക്ടർ എന്താണ് ഏതാണെന്നുള്ളത്. ലിസണറായിട്ട് അനീഷിനെ വേണം. പക്ഷെ
മെച്ചൂരിറ്റി കാണിക്കണമെന്ന് അനീഷ് പറയുന്നത് അരിന് പിടിച്ചിട്ടില്ല. ഈ ഒരു കേസിൽ അനീഷ് പറയുന്നത് തന്നെയാണ് ശരി. അനീഷ് മാത്രമാണ് ഇതിനകത്തൊരു പീസ് മേക്കർ ആവുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.